അർജുനും ശ്രീതു ഇരുന്നിട്ട് ലൈവിൽ ഒരുപാട് നേരം പീപ്പിൾസ് റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും കുറച്ചധികം ടെൻഷനിലാണ് കേട്ടോ. ആരായിരിക്കും പുറത്തു പോവുക എന്നുള്ളൊരു ടെൻഷനാണ് രണ്ടുപേർക്കുള്ളിലുള്ളത്. ശ്രീതു പോയി കഴിഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യും എന്നാണ് അർജുൻ കഴിഞ്ഞ ദിവസം രാത്രി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത്. ശ്രീതു പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല എന്നാണ് അർജുൻ പറഞ്ഞത്. ഇവിടെയുള്ള ആ ഒരു മൊമെന്റ്സ് അതെനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതൊരിക്കലും എനിക്ക് കിട്ടില്ല എന്നറിയാം. എനിക്ക് എന്തോ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ആലോചിക്കാൻ പറ്റില്ല എന്ന് ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നിനക്കത് ഒരുപാട് ഫീൽ ചെയ്യും, അതെനിക്ക് അറിയാമെന്ന് ജാസ്മിൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, അർജുൻ ഭയങ്കര ഇതിൽ വന്നിരുന്ന് ശ്രീതുവിൻ്റെ അടുത്ത് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. ശ്രീതും കളിയാക്കുന്നുണ്ട്. അപ്പോൾ ശ്രീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പോയി കഴിയുമ്പോൾ നീ കരയൊന്നും വേണ്ട, നീ നന്നായി ഫുഡൊക്കെ കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീതു ഞാൻ കരയണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരിലും ആര് പോവും എന്നുള്ളൊരു ചിന്തയാണ് രണ്ടുപേർക്കുള്ളത്. പക്ഷെ രണ്ടുപേര് പോയാലും ആര് പോയാലും അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമായിരിക്കും. ശ്രീതു പക്ഷെ ആ വിഷമമൊന്നും അവിടെ തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അർജുൻ ശരിക്കും അത് തുറന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ജാസ്മിൻ്റെ അടുത്ത് അർദ്ധരാത്രിയിൽ. എനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയില്ല ശ്രീതു പോകുന്നതെന്ന്. അതുകൊണ്ടായിരിക്കണം കൂടുതൽ സമയം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. രണ്ടുപേരും കല്യാണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഭാവി വരനെ കളിയാക്കുന്നുണ്ടിരുന്നിട്ട് അർജുൻ ശ്രീതുവിൻ്റെ അൺലക്കി പേഴ്സൺ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെയല്ല കെട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീതുവിൻ്റെ അടുത്ത് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ലക്കിയസ്റ്റ് പേഴ്സൺ ആണ്, അൺലക്കി ഒന്നല്ലാന്ന് ശ്രീതു പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടീനെയും അവിടെ വാരുന്നുണ്ട് ശ്രീതു. ആ പെൺകുട്ടി അത് പറഞ്ഞനുസരിക്കോ ഇത് പറഞ്ഞനുസരിക്കോ, പെർഫ്യൂം ഉപയോഗിക്കരുതെന്ന് അർജുൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭാര്യയെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കോ, ലവ് മാരേജ് ആയിരിക്കോ, അപ്പോൾ അറേഞ്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത പെൺകൊച്ചിനെ കെട്ടേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കല്യാണത്തെക്കുറിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളിയാക്കിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അർജുൻ ഇടയ്ക്ക് ഇങ്ങനെ ശ്രീതുവിൻ്റെ മുഖത്തൊക്കെ ഇട്ടൊരു പ്രത്യേക ചിരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട്, എന്തിനേ ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ചിരിക്കാൻ പാടില്ലേ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ രണ്ടുപേർക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതും അതിലുപരിയായിട്ട് ടെൻഷനാണ്, നാളെ ആര് പോവും എന്ന് ചിന്തിച്ചിട്ടുള്ള ടെൻഷനാണെന്ന് തോന്നുന്നു. ആ ടെൻഷനിലാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ച് ലൈവിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു.